നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാറുണ്ട്. അമേരിക്കയുടെ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം അഥവാ GPS ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. GPS എന്നത് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ്. USA മാത്രമല്ല മറ്റ് പല പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കും സ്വന്തമായിട്ട് ഇത്തരം സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. റഷ്യയുടെ ഗ്ലോനാസ്, യൂറോപ്യൻ യൂണിയന്റെ ഗലീലിയോ, ചൈനയുടെ ബെയ്ഡോ ഇവയെല്ലാം ലോകം മുഴുവൻ അഥവാ ഗ്ലോബൽ കവറേജ് ഉള്ള നാവിഗേഷൻ സിസ്റ്റങ്ങളാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ കഥ മറ്റൊന്നാണ്. നമ്മൾ 1999 കാർഗിൽ യുദ്ധത്തിൽ എനിമി ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്കയുടെ GPS സഹായം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നമുക്കത് ലഭിച്ചില്ല. അതിൽ നിന്നും ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാൻ പറ്റില്ല എന്നും സ്വന്തമായിട്ടൊരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നും ഇന്ത്യ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ ISRO ഡെവലപ്പ് ചെയ്തെടുത്തതാണ് നാവിക് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ IRNSS. നാവിക് പ്രധാനമായും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, യുദ്ധം പോലെയുള്ള സ്ട്രാറ്റജിക് യൂസിന് വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പോലെ ഗ്ലോബൽ കവറേജ് ഇല്ല. മറിച്ച് പേര് സൂചിപ്പിക്കുന്നത് പോലെ റീജിയണലായിട്ട് ഇന്ത്യയും ബൗണ്ടറിയിൽ നിന്ന് 1500 കിലോമീറ്ററും മാത്രമാണ് പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത്. 2018 മുതൽ തന്നെ നമ്മുടെ നാവിക് ഓപ്പറേഷണലാണെങ്കിലും ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് എന്നുള്ള പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ നാവിക് ഇപ്പോഴും ഡെവലപ്മെന്റിന്റെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെയാണ് എന്ന് പറയാം. നാവിക് കൂടുതൽ ജനപ്രിയമാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ഫോണുകളിലും ഡിസംബർ 2025 കൂടെ നാവിക് സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തതായതുകൊണ്ട് തന്നെ നാവിക്കിന് ഇന്ത്യയിൽ GPS കൂടുതൽ അക്യുറസി നൽകാൻ സാധിക്കും. ഭാവിയിൽ GPS നാവിക്കും ചേർന്നിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് വഴി നമ്മൾ ഇന്ത്യക്കാർക്ക് ഡെയിലി യൂസിന് വേണ്ടി വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.